നമസ്കാരം സുഹൃത്തുക്കളെ. കേരള ഹിസ്റ്ററിയിൽ പുതിയ പുതിയ എസ് സി ആർ ടിയും അതേപോലെ തന്നെ പഴയ എസ് സി ആർ ടിയും കൂടി ചേർത്തിട്ട് നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ തുടങ്ങിയതാണ്. അതിൽ കേരള ഹിസ്റ്ററിയാണ് നമ്മൾ എന്ത് ചെയ്തത്, സ്റ്റാർട്ട് ചെയ്ത് വെച്ചത് അല്ലേ. അതിൽ നമുക്ക് സബ്ജക്റ്റ് വൈസ് ആയിട്ട് പുതിയ എസ് സി ആർ ടിയിൽ നിന്നും പഴയ എസ് സി ആർ ടിയിൽ നിന്നും കേരള ഹിസ്റ്ററിയിൽ നിന്നും പഠിക്കേണ്ട 4 ചാപ്റ്റേഴ്സ്: അനീതിയിൽ നിന്ന് നീതിയിലേക്ക്, ചരിത്രത്തിന്റെ ആധാരശിലകൾ, നവകേരള സൃഷ്ടിക്കായി, കേരളം ആധുനികതയിലേക്ക്. ഇത് രണ്ടും ഏതിൽ വരുന്നതാണ്? ന്യൂല് വരുന്നതാണ്. ഇത് രണ്ടും ഓൾഡിൽ വരുന്നതാണ്. അപ്പൊ ഈ 4 ലെസ്, അപ്പൊ ഇന്നത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ 4 ലെസൺ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ടോ. കേരള ഹിസ്റ്ററി ഇനി എസ് സി ആർ ടി നിങ്ങൾ വേറെ തെരഞ്ഞു പോകണ്ട. ഓക്കെ, കേരള ഹിസ്റ്ററിയിൽ നിന്നും ഈ 4 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് പരമാവധി മാർക്ക് കിട്ടും. പിന്നെ നമുക്കറിയാമല്ലേ, അതിൽ വരുന്ന സ്പെഷ്യൽ എക്സ്ട്രാ ടോപ്പിക്കൽ വരുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എസ് സി ആർ ടി ഭാഗങ്ങൾ ഞാൻ കറക്റ്റ് ചെയ്തു തരും. ഓക്കെ, നിങ്ങൾ കൂടെ നിന്ന് സപ്പോർട്ട് മാത്രം മതി. നിങ്ങളുടെ ഒരു സപ്പോർട്ട്, നിങ്ങൾ വാച്ച് ചെയ്യുന്നു, ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകണു, താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകണു. നിങ്ങൾ 10 പൈസ ചിലവാക്കാനില്ല അല്ലെ. പക്ഷെ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിലും ശരി, നിങ്ങൾക്ക് നോക്കൂ, പേയ്മെന്റ് ചെയ്തിട്ട് പോലും നമ്മൾക്ക് എസ് സി ആർ ടി ക്ലാസ്സുകൾ എടുത്തു തരുന്നത് എങ്ങനെയാണ്? കറക്റ്റ് അതിന്റെ നോട്ട് കറക്റ്റ് നിങ്ങൾക്ക് എത്തിക്കുന്നുണ്ടോ? ഇല്ല. അവർ എടുത്തു തരും, പക്ഷെ അതിന്റെ നോട്ട് തരാറുണ്ടോ? ഇല്ല. ഇപ്പൊ ഇത്രയും നിങ്ങൾക്ക് 1 രൂപ ചെലവില്ലാതെ ഇത്രയും വ്യക്തമായിട്ട് ആ ബുക്കുകൾ വായിച്ച് അരിച്ചു പെറുക്കി പഠിച്ച് അതിനെ കുറിച്ച് നോട്ട് റെഡിയാക്കി എന്നിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് സപ്പോർട്ട് കുറവാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഇടയിൽ വെച്ചിട്ട് പലതും എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. ഇപ്പൊ കേരള ഹിസ്റ്ററി കഴിഞ്ഞു, 4-5 ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇതിപ്പോ 5ാമത്തെ വീഡിയോ ആണ്. പക്ഷെ നിങ്ങൾക്ക് ഇത് ആകെ നിങ്ങൾ ഒരു മണിക്കൂർ ഇരുന്നാൽ മതി. ഒരു ദിവസം 1 മണിക്കൂർ ഇരുന്നാൽ നിങ്ങൾക്ക് ഈ 4 ലെസൺ ഞാൻ അത് എടുത്ത് എളുപ്പത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ലെസണും വായിക്കേണ്ട, ഒന്നും ചെയ്യണ്ട. കേരള ഹിസ്റ്ററി അവിടെ കംപ്ലീറ്റ് ആയി. ഇനി നാളെ മുതൽ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കാരണം ഇന്ത്യൻ ജോഗ്രഫി നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. കാരണം നല്ല നല്ല പോയിന്റുകൾ പുതിയ നമ്മൾ എടുത്തിട്ടുണ്ട്, വേറെ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ ബുക്കൊക്കെ വായിച്ച് പറഞ്ഞു തന്നെ പോലെ മണലാരണ്യത്തിലൂടെ, തീരപ്രദേശങ്ങളിലൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ്സുകൾ എടുത്തു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പൊ അതിനേക്കാൾ ഒന്നും കൂടി എളുപ്പത്തിൽ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വീണ്ടും അതിനിങ്ങോട്ട് എടുത്തു തരുന്നത്. അപ്പൊ പരമാവധി സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒന്നില്ലെങ്കിൽ ഇന്ത്യൻ ജോഗ്രഫി സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നാളെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ എന്നും പറയുന്ന പോലെ തന്നെ കൂട്ടുകാരോട് പറയണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സപ്പോർട്ട് ഇല്ലാതെ ഒരിക്കലും എനിക്കിത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതൊക്കെ നിങ്ങൾക്കാണെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങൾക്കാണെങ്കിലും അത് സാധിക്കില്ല. അപ്പൊ അത്രേ എനിക്ക് പറയാനുള്ളൂ. താഴെ ഒന്ന് കമന്റ് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക, ലൈക്ക് ചെയ്യുക, പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ. അതേപോലെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കൂടിയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരോ വെൻഹോവ് ആണ് കേട്ടോ. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയില്ലേ 1498 അല്ലെ. വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആരാണ്? അൽവാരോ വെൻഹോവ്. പോർച്ചുഗീസുകാർ കാപ്യ എന്ന് വിളിച്ചിരുന്നത് ഏത് സ്ഥലത്തെയാണ്? കാപ്പാടിനെ, കോഴിക്കോട് കാപ്പാടിനെയാണ് പോർച്ചുഗീസുകാർ കാപ്യ എന്ന് വിളിച്ചിരുന്നത്. അതേപോലെ തന്നെ അവർ പന്തരിനി എന്ന് വിളിച്ചു. അത് എവിടെയാണ്, ഏതിനെയാണ്? പന്തലായിനി എന്ന സ്ഥലത്തെയാണ് പന്തരിനി എന്ന് വിളിച്ചത്. സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവൻ ആരായിരുന്നു? കുഞ്ഞാലി മരക്കാർ അല്ലെ. കോഴിക്കോട് സാമൂതിരിമാരാണെന്ന് ഭരിച്ചിരുന്നത്. ആ നാവികപ്പടയുടെ തലവൻ ആരാണ്? കുഞ്ഞാലി മരക്കാരാണ്. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം എവിടെയാണ്? പുതുപ്പണത്തെ മരക്കാർ കോട്ട കേട്ടോ. പുതുപ്പണത്തെ മരക്കാർ കോട്ട വടകരയിൽ കേട്ടോ. വടകരയിൽ കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വടകരയിലാണ്. ചാലിയം കോട്ട തിരിച്ചു പിടിച്ചത് ആരാണ്? ചാലിയം കോട്ട കുഞ്ഞാലിയിൽ തന്നെ 4 പേരുണ്ടായിരുന്നു. കുഞ്ഞാലി 1, കുഞ്ഞാലി 2, കുഞ്ഞാലി 3, കുഞ്ഞാലി 4. അതിൽ കുഞ്ഞാലി 3 ചാലിയം കോട്ട എന്ത് ചെയ്തത്? തിരിച്ചു പിടിച്ചത് കേട്ടോ. പോർച്ചുഗീസുകാരിൽ നിന്ന് ചാലിയം കോട്ട തിരിച്ചു പിടിച്ചത് കുഞ്ഞാലി 3 അതിശക്തൻ എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ ഫത്തുഹുൽ മുബീൻ എന്ന കാവ്യം എഴുതിയത് ആരാണ്? ഗാസി മുഹമ്മദ്. അതായത് ചാലിയം കോട്ടയെ പ്രകീർത്തിച്ചുകൊണ്ട് ഗാസി മുഹമ്മദ് എഴുതിയതാണ് ഏത്? ഫത്തുഹുൽ മുബീൻ എന്ന കാവ്യം. ഏതിനെ പ്രകീർത്തിച്ചുകൊണ്ടാണ്? ചാലിയം കോട്ടയെ പ്രകീർത്തിച്ചുകൊണ്ട് ഫത്തുഹുൽ മുബീൻ എന്ന കാവ്യം രചിച്ചത് ആരാണ്? ഗാസി മുഹമ്മദ്. ഇനി ഈ ഫത്തുഹുൽ മുബീനിലെ വരികളാണ്: ഇസ്ലാം മതത്തിനും ഹിന്ദുധർമ്മത്തിനും വേണ്ടിയൊരുപോലെ പോരാടിടും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപിടിക്കിൻ സുൽത്താൻമാരെ. ഇത് ഏതിലെ വരിയെന്ന് ചോദിച്ചാൽ ഫത്തുഹുൽ മുബീനിലെ കാവ്യത്തിലെയാണ്. ആരാണ് രചിച്ചത്? ഗാസി മുഹമ്മദ്. എന്തിനു വേണ്ടിയാണ് രചിച്ചത്? ചാലിയം കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ്. അപ്പൊ ഇവിടെ പഠിച്ചത് എന്തൊക്കെയാണ്? വാസ്കോഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ ആര്? അൽവാരോ വെൻഹോവ്. പോർച്ചുഗീസുകാർ കാപ്യ എന്ന് വിളിച്ചിരുന്നത് കാപ്പാടിനെയാണ്.
പന്തലിനി എന്ന് വിളിച്ചത് പന്തലായനിയാണ്. സാമൂതിരിയുടെ നാവികപ്പടിയുടെ തലവനാണ് കുഞ്ഞാലി മരക്കാർ. കുഞ്ഞാലി മരക്കാരുടെ ആസ്ഥാനം പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ്. അത് സ്ഥിതി ചെയ്യുന്നത് വടകരയിലാണ്. ചാലിയങ്കോട്ട തിരിച്ചു പിടിച്ചത് കുഞ്ഞാലി മൂന്നാമനാണ്. ഫത്തുഹുൽ മുബീൻ എന്ന കാവ്യം ഗാസി മുഹമ്മദാണ് രചിച്ചത്. ഫത്തുഹുൽ മുബീൻ എന്ന കാവ്യം ആരാണ്? ഗാസി മുഹമ്മദാണ്. ചാലിയങ്കോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് രചിച്ചത്. ഈ ഫത്തുഹുൽ മുബീനിലെ വരികളാണ്: ഇസ്ലാം മതത്തിനും ഹിന്ദുധർമ്മത്തിനും വേണ്ടി ഒരു പോലെ പോരാടിയിടും ഹിന്ദുവായുള്ളൊരു രാജാവിനെ കണ്ടുപിടിക്കുവിൻ സുൽത്താൻമാരെ. 1663 പോർച്ചുഗീസുകാരെ ആര് തുരത്തി ഓടിക്കുന്നത്? ഡച്ചുകാർ തുരത്തി ഓടിക്കുന്നത് അല്ലെ. നമ്മുടെ കേരളത്തിൽ ഇവർ എത്തിയ ക്രമം എങ്ങനെ നമ്മൾ പഠിക്കുക? PDEF പറഞ്ഞിട്ട് പഠിക്കും അല്ലെ. ഫസ്റ്റ് പോർച്ചുഗീസുകാർ വന്നു, പിന്നെ ഡച്ചുകാർ വന്നു, പിന്നെ ഇംഗ്ലീഷുകാർ വന്നു, ലാസ്റ്റ് ആണ് ആര് വരുന്നത്? ഫ്രഞ്ചുകാർ വന്നു. അപ്പൊ ഫസ്റ്റ് പോർച്ചുഗീസുകാർ വന്ന് രണ്ടാമത് ഡച്ചുകാർ വരുമ്പോൾ ഇവിടുന്ന് ആരിനെ തുരത്തി ഓടിക്കണം? പോർച്ചുഗീസുകാരനെ അങ്ങോട്ട് തുരത്തി ഓടിക്കണം അല്ലെ. 1663 പോർച്ചുഗീസുകാരെ ഡച്ചുകാരെ തുരത്തി ഓടിക്കുന്നത്. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് അല്ലെ. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ 1741 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. ഞാൻ റൈറ്റില് ലെഫ്റ്റില് PP എന്ന് അടയാളപ്പെടുത്തി വെക്കുക. 1741 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ്. അതിൽ മാർത്താണ്ഡവർമ്മ വിജയശ്രീലാളിതനായി അല്ലെ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയും ചെയ്തു. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. 1721 ആറ്റിങ്ങൽ കലാപം. 1741 കുളച്ചൽ യുദ്ധം. പോർച്ചുഗീസുകാരെ ഡച്ചുകാർ തുരത്തി ഓടിക്കുന്നത് 1663. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് ഏത്? ആറ്റിങ്ങൽ കലാപം. ഓക്കെ, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ, ഈ വാക്ക് ശ്രദ്ധിക്കണം, സംഘടിത സമരം ഏത്? ആറ്റിങ്ങൽ കലാപം. കർണാട്ടിക് യുദ്ധം നടന്നു. ആരൊക്കെ തമ്മിലാണ്? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരുമാണ് കേട്ടോ. കർണാട്ടിക് എന്ന് പറയുന്ന ഈ പ്രദേശം തമിഴ്നാടിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. തമിഴ്നാടിന്റെ ഭാഗമാണ് ഈ കർണാട്ടിക് എന്ന് പറയുന്നത്. ഈ കർണാട്ടിക് യുദ്ധം നടന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലാണ്. വിജയിച്ചത് ആര് തന്നെയാണ്? ഇംഗ്ലീഷുകാരാണ്. 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രതിനിധി കേരളത്തിൽ എത്തിയത് കേട്ടോ. 1615 നമുക്കറിയാം 1600 ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് അല്ലെ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് 1600 ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാകുന്നത് 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രതിനിധി നമ്മുടെ കേരളത്തിൽ എത്തുന്ന വർഷം 1615. ഇതൊക്കെ എസ്സിയായിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ ഈ ബ്രിട്ടീഷുകാര് പാണ്ഡികശാലകൾ സ്ഥാപിച്ചു. എവിടെയൊക്കെയാണ്? വിഴിഞ്ഞത്തും തലശ്ശേരിയിലും. അഞ്ചുതെങ്ങ്, വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്, വിഴിഞ്ഞം, തലശ്ശേരി, അഞ്ചുതെങ്ങ്. ഇതൊക്കെ പ്രീവിയസ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ആണ്. എവിടെയാണ്? പാണ്ഡികശാല. എന്താണ് സ്ഥാപിച്ചത്? പാണ്ഡികശാലകൾ. പടിഞ്ഞാറൻ തീരത്തെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രമാണ് അഞ്ചുതെങ്ങ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം ഏത് എന്ന് ചോദിച്ചാൽ അഞ്ചുതെങ്ങാണ്. 1792 മലബാർ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. അതിന് കാരണം ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്ന വർഷം 1792. എന്താണ് ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ സംഭവിച്ചത്? മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. പഴശ്ശിരാജ എന്നും കൊട്ടിയോട്ട് രാജ എന്നും അറിയപ്പെടുന്ന ആരാണ്? പഴശ്ശിരാജയാണ് അല്ലെ. പഴശ്ശിരാജ, കൊട്ടിയോട്ട് രാജ എന്നൊക്കെ അറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാണ്? പഴശ്ശിരാജയാണ് അല്ലെ. കേരള സിംഹം എന്ന ചരിത്ര നോവല് ആരുടേതാണ്? സർദാർ KM പണിക്കർ രചിച്ചതാണ് കേട്ടോ. കേരള സിംഹം എന്ന ചരിത്ര നോവൽ ആരുടേതാണ്? സർദാർ KM പണിക്കർ. ഈ കേരള സിംഹം എന്ന ചരിത്ര നോവലില് സർദാർ KM പണിക്കർ വിശേഷിപ്പിക്കുന്നത് പഴശ്ശിരാജ മരിച്ചത് വജ്രമോതിരം വിഴുങ്ങി മരിച്ചു എന്നാണ് ഈ കേരള സിംഹം എന്ന ചരിത്ര നോവലിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ പഠിച്ചത് ഒന്നുകൂടി നോക്കാം. 1663 പോർച്ചുഗീസുകാരെ തുരത്തിയോടിച്ചു. ആര്? ഡച്ചുകാര്. ഈ ഓർഡർ ക്രമം നോക്കിയാൽ മതി കേട്ടോ. 1741 കുളച്ചൽ യുദ്ധം. തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ഡച്ചുകാര് പരാജയപ്പെട്ടു. 1721 ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപത്തിന്റെ പ്രത്യേകത ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ്. കർണാട്ടിക് യുദ്ധം നടന്നു. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. ഈ കർണാട്ടിക് എന്ന് പറയുന്ന പ്രദേശം തമിഴ്നാടിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇതിൽ വിജയിച്ചത് ഇംഗ്ലീഷുകാരാണ്. 1615 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു പ്രതിനിധി നമ്മുടെ കേരളത്തിൽ എത്തുന്നത്. ബ്രിട്ടീഷുകാര് പാണ്ഡികശാലകൾ സ്ഥാപിച്ചത് വിഴിഞ്ഞത്തും തലശ്ശേരിയിലും അഞ്ചുതെങ്ങിലുമാണ്.
നമ്മുടെ കേരളത്തിലെ പടിഞ്ഞാറൻ തീരത്തെ പ്രധാനപ്പെട്ട ഒരു സൈനിക കേന്ദ്രമായിരുന്നു അഞ്ചുതെങ്ങ്. 1792 മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഏത് ഉടമ്പടിയിലൂടെ? ശ്രീരംഗപട്ടണം ഉടമ്പടിയിലൂടെ. പഴശ്ശിരാജ, കൊട്ടിയൂട്ട് രാജ എന്നിങ്ങനെ വിശേഷണങ്ങളുള്ളത് ആർക്കാണ്? പഴശ്ശിരാജയ്ക്കാണ്. കേരളസിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജയാണ്. കേരളസിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കറിന്റെ കേരളസിംഹം എന്ന ചരിത്ര നോവലില് പഴശ്ശി മരിച്ചത് വജ്രമോതിരം വിഴുങ്ങി മരിച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടിയിലാണ്. വയനാട് മാനന്തവാടിയിലാണ് പഴശ്ശി സ്മാരകം. നമ്മുടെ പഴശ്ശിരാജയെ സഹായിച്ചു അല്ലെ, യുദ്ധങ്ങളിലൊക്കെ എന്ത് ചെയ്തു? സഹായിച്ച കുറിച്യർ നേതാവാണ് തലയ്ക്കൽ ചന്തു. പഴശ്ശിയെ സഹായിച്ച കുറിച്യർ നേതാവ് ആരാണ്? തലയ്ക്കൽ ചന്തു. പഴശ്ശി അന്തരിച്ച വർഷം 1805 നവംബർ 30. വർഷം വിത്ത് ഡേറ്റ് വിത്ത് മന്ത് കൂടെ പഠിച്ചോട്ടാ. കാരണം ഇപ്പൊ എല്ലാവരും ഡേറ്റ് മാസം അവർ ഒഴിവാക്കുന്നില്ല. പഴശ്ശി അന്തരിച്ച വർഷം 1805 നവംബർ 30. കുണ്ഠറ വിളംബരം നടന്നത് 1809 ജനുവരി 11. കുണ്ഠറ വിളംബരം 1809 ജനുവരി 11. കുണ്ഠറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവ അല്ലെ. വേലുത്തമ്പി ദളവയാണ്. ഈ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്ത സ്ഥലം എവിടെയാണ്? മണ്ണടി ക്ഷേത്രത്തിലാണ് കേട്ടോ. അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതെവിടെയാണ്? മണ്ണടി ക്ഷേത്രത്തിലാണ്. കാരണം ബ്രിട്ടീഷുകാര് പിടിച്ച് കെട്ടി കൊണ്ടുപോകാൻ നിൽക്കുന്ന സമയത്ത് അതിന് നിന്ന് വഴങ്ങി കൊടുക്കാൻ വയ്യാതെ എന്ത് ചെയ്യാൻ? അദ്ദേഹം സ്വയം ആത്മഹത്യ ചെയ്യാണ്. അദ്ദേഹത്തിന്റെ മൃതശരീരം കെട്ടിത്തൂക്കിയ സ്ഥലം കണ്ണൻമൂല, തിരുവനന്തപുരത്ത് കണ്ണൻമൂലയിലാണ്. അദ്ദേഹത്തിന്റെ സ്മാരകം മണ്ണടിയിലാണ്. പാലിയത്തച്ഛന് ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എവിടേക്കാണ്? പാലിയത്തച്ഛന് കൊച്ചിയിലെ അല്ലെ, കൊച്ചിയിലെ രാജാവായിരുന്നു പാലിയത്തച്ഛൻ. അദ്ദേഹത്തിനെ ബ്രിട്ടീഷുകാർ നാട് കടത്തിയത് എവിടേക്കാണ്? മദ്രാസിലേക്ക്. അതെല്ലാം പ്രീവിയസ് ആണ്. ഇനി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത 1861 ബേപ്പൂർ ടു തിരൂര്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു. മാപ്പിള കലാപത്തെ കുറിച്ച് അന്വേഷണം, മലബാർ കലാപം നമുക്കറിയാം 1921 അല്ലെ. ഈ മാപ്പിള കലാപം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? വില്യം ലോഗൻ കമ്മീഷൻ ആണ് കേട്ടോ. ഈ മാപ്പിള കലാപം അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? ലോഗൻ കമ്മീഷൻ ആണ്. ഈ മാപ്പിള കലാപമൊക്കെ അന്വേഷിച്ച് അതിന്റെയൊക്കെ റിപ്പോർട്ട് സമർപ്പിച്ച് അങ്ങനെ ലോഗൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചതാണ് ഏത്? മലബാർ കുടിയായ്മ നിയമം 1929. ഇതെല്ലാം ലെഫ്റ്റിലും PP എഴുതുന്നുണ്ട് കേട്ടോ. അപ്പൊ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നോക്കൂ. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്നത് 1929. പണ്ടാരപ്പാട്ട വിളംബരം ആയില്യം തിരുനാൾ കൊണ്ടുവന്നതാണ് അല്ലെ. ആയില്യം തിരുനാൾ കൊണ്ടുവന്നതാണ് പണ്ടാരപ്പാട്ട വിളംബരം 1865. പഠിച്ചോ? വർഷമൊക്കെ പഠിച്ചോ? ഒക്കെ പ്രീവിയസ് ആണ്. 1865. തിരുവിതാംകൂറിൽ ജന്മി കുടിയായ്മ നിയമം വന്നത് 1896. തിരുവിതാംകൂറിൽ ജന്മി കുടിയായ്മ നിയമം 1896. കൊച്ചി കുടിയായ്മ നിയമം 1914. കെനോലി പ്ലോട്ട് എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ് അല്ലെ. കെനോലി പ്ലോട്ട് എവിടെയാണ്? മലപ്പുറം ജില്ല. ഓക്കെ. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു? പഴശ്ശി സ്മാരകം എവിടെയാണ്? എവിടെ പറഞ്ഞത്? പഴശ്ശി സ്മാരകം മാനന്തവാടി. കുറിച്യരുടെ നേതാവ് എന്ന് പറയുമ്പോൾ നമ്മുടെ പഴശ്ശിയെ യുദ്ധമുറകളിൽ സഹായിച്ച കുറിച്യർ നേതാവാണ് തലയ്ക്കൽ ചന്തു. പഴശ്ശി എന്നാണ് അന്തരിച്ചത്? 1805 നവംബർ 30. കുണ്ഠറ വിളംബരം 1809 ജനുവരി 11. ഇനി കുണ്ഠറ വിളംബരം നടത്തിയത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. അദ്ദേഹം എവിടെ വെച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത്? മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അദ്ദേഹത്തിന്റെ മൃതശരീരം കെട്ടിത്തൂക്കിയത് എവിടെയാണ്? കണ്ണൻമൂലയിലാണ്. കണ്ണൻമൂല എവിടെ? തിരുവനന്തപുരത്ത്. അദ്ദേഹത്തിന്റെ സ്മാരകം എവിടെയാണ്? മണ്ണടിയിലാണ്. പിന്നെ കൊച്ചിയിലെ രാജാവായിരുന്ന പാലിയത്തച്ഛനെ നാട് കടത്തിയത് എവിടേക്കാണ്? ബ്രിട്ടീഷുകാര് മദ്രാസിലേക്കാണ്. കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത 1861 ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ്. മാപ്പിള കലാപത്തെ കുറിച്ചിട്ട് 1921 മാപ്പിള കലാപം നടന്നു. അതിനെക്കുറിച്ച് അന്വേഷണ കമ്മീഷനാണ് വില്യം ലോഗൻ കമ്മീഷൻ. വില്യം ലോഗൻ കമ്മീഷൻ. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929. പണ്ടാരപ്പാട്ട വിളംബരം 1865. തിരുവിതാംകൂറിൽ ജന്മി കുടിയായ്മ നിയമം 1896. കൊച്ചി കുടിയായ്മ നിയമം 1914. കെനോലി പ്ലോട്ട് മലപ്പുറം ജില്ല. ആദ്യത്തെ കയർ ഫാക്ടറി നമ്മുടെ കേരളത്തിൽ, ഇത് ഫുള്ളും കേരളത്തിലാണ്. ഞാൻ കേരളത്തിൽ നിന്ന് എടുത്ത് പറയുന്നില്ല. കേരളത്തിൽ ആദ്യത്തെ കയർ ഫാക്ടറി 1859 ആലപ്പുഴയിലാണ്. 1859 ആലപ്പുഴ. വെളിച്ചെണ്ണ വ്യവസായ കേന്ദ്രം ആലപ്പുഴ. കശുവണ്ടി ഫാക്ടറി എവിടെയാണ്? കൊല്ലത്താണ്. ഓട്ട് കമ്പനി ഫറോക്ക്, കൊല്ലം, ഒല്ലൂര്. 3 ഭാഗങ്ങളാണ് കേട്ടോ. ഓട്ട് കമ്പനി ഫറോക്ക്, കൊല്ലം, ഒല്ലൂര്. ഇത് 3 സ്ഥലത്താണ് ഓട്ട് കമ്പനി ഉള്ളത്. കൈത്തറി നിർമ്മാണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ്? കണ്ണൂരും കോഴിക്കോടും. ബീഡി വ്യവസായം എവിടെ? കണ്ണൂര്. പുനലൂർ പേപ്പർ മില്ല് കൊല്ലം. കളമശ്ശേരി FACT
എവിടെയാണ്? എറണാകുളത്താണ്. പിന്നെ കുണ്ടറ സെറാമിക്സ് കൊല്ലത്താണ്. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരത്ത്. ടാറ്റ ഓയിൽസ് മിൽസും അളഗപ്പ തുണിമില്ലും കൊച്ചിയിലാണ്. ആദ്യത്തെ കയർ ഫാക്ടറി, പ്രീവിയസ് വെരി ഇമ്പോർട്ടൻറ്റ്, ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ 1859 വെളിച്ചെണ്ണ വ്യവസായ കേന്ദ്രം എവിടെയാണ്? ആലപ്പുഴയിലാണ് കേട്ടോ. വെളിച്ചെണ്ണ വ്യവസായ കേന്ദ്രം ആലപ്പുഴയിലാണ്. കശുവണ്ടി ഫാക്ടറി കൊല്ലത്താണ്. ഓട്ട് കമ്പനികൾ എവിടെയൊക്കെയാണ് ഓട്ട് കമ്പനി ഉള്ളത്? ഫറോക്കിലും കൊല്ലത്തും ഒല്ലൂരും. ഫറോക്ക്, ഒല്ലൂര്, കൊല്ലം. കൈത്തറി നിർമ്മാണ കേന്ദ്രങ്ങൾ കണ്ണൂര്, കോഴിക്കോട്. പിന്നെ ബീഡി വ്യവസായം കണ്ണൂര്. പുനലൂർ പേപ്പർ മില്ല് കൊല്ലത്ത്. കളമശ്ശേരി FACT എറണാകുളത്ത്. കുണ്ടറ സെറാമിക്സ് കൊല്ലം. റബ്ബർ വർക്ക്സ് തിരുവനന്തപുരത്ത്. ടാറ്റ ഓയിൽ മിൽസ് കൊച്ചി. അളഗപ്പ തുണി മില്ല് കൊച്ചി. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ശ്രദ്ധിച്ചോ? മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരാണ്? ആഞ്ചലോസ് ഫ്രാൻസിസ്. ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരിയാണ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു, ഇവിടെ ശ്രദ്ധിക്കണേ, വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്. നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാതിരി. മലയാളത്തിലെ ആദ്യത്തെ, എല്ലാം മലയാളത്തിലാണ് കേട്ടോ. ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. രണ്ടാമത്തെ വർത്തമാന പത്രം പശ്ചിമോദയം. രാജ്യസമാചാരവും പശ്ചിമോദയവും ഒക്കെ തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടർട്ടാണ്. ഇംഗ്ലീഷ് മലയാള നിഘണ്ടു ബെഞ്ചമിൻ ബേലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്. പിന്നെ 3 മിഷൻ സൊസൈറ്റികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ, ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചി തിരുവിതാംകൂർ, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാർ. 3 പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ഇതെല്ലാം PQ ആണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആരെന്ന് ചോദിച്ചാൽ ആഞ്ചലോസ് ഫ്രാൻസിസ്. നിഘണ്ടു ആരെന്ന് ചോദിച്ചാൽ അർണോസ് പാതിരി. ഓക്കെ, മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആഞ്ചലോസ് ഫ്രാൻസിസ്, നിഘണ്ടു അർണോസ് പാതിരി. സമ്പൂർണ്ണ ഗ്രന്ഥം, മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിലെ ആദ്യത്തെ വർത്തമാന പത്രം രാജ്യസമാചാരം. രണ്ടാമത്തെ പത്രം പശ്ചിമോദയം. ഈ 2 പത്രങ്ങളും, രാജ്യസമാചാരവും പശ്ചിമോദയം ഒക്കെ കൊണ്ടുവന്നത് ഹെർമൻ ഗുണ്ടർട്ടാണ് തയ്യാറാക്കിയത്. ഇംഗ്ലീഷ് മലയാള നിഘണ്ടു ബെഞ്ചമിൻ ബെയ്ലി എങ്കിൽ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു ഹെർമൻ ഗുണ്ടർട്ട്. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂർ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചത്. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയും തിരുവിതാംകൂറുമായിട്ട് പ്രവർത്തിച്ചു. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിൽ. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആര് ചോദിച്ചാൽ ഗൗരി പാർവതി ബായി ആണ് കേട്ടോ. ഏതാണ്? സൗജന്യ പ്രൈമറി വിദ്യാഭ്യാസം. പായല്ലേ, പ്രൈമറി, പാർവതി ബായി. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ഗൗരി പാർവതി ബായി. ഇനി ഈ പ്രൈമറി വിദ്യാഭ്യാസം നിർബന്ധമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? നിർബന്ധം, ഇത് സൗജന്യം. നിർബന്ധമാക്കിക്കൊണ്ട് ആരാണ്? ശ്രീമൂലമാണ് കേട്ടോ. ശ്രീമൂലം തിരുനാളാണ്. 1897 സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചിട്ട് കേരളത്തിന്റെ ജാതി മത വ്യവസ്ഥകളെല്ലാം കണ്ടപ്പോൾ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചു. എപ്പോഴാണ്? 1897 കേട്ടോ. 1897. ദൈവദശകം, ആത്മോപദേശ ശതകം, ഇതൊക്കെ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിന്റെയാണ്. ദൈവദശകവും ആത്മോപദേശ ശതകം. ദൈവദശകം, ആത്മോപദേശ ശതകം. അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് എപ്പോഴാണ്? അരുവിപ്പുറത്ത് ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത്. രണ്ടൊക്കെ പ്രീവിയസ് ആണ് കേട്ടോ. അതെല്ലാം പ്രീവിയസ് ആണ്. ഇപ്പോഴാണ് 1888. 1859 ചാന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകിയത് ആര്? ഉത്രം തിരുനാൾ അല്ലെ, ഉത്രം തിരുനാള്. പിന്നെ ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദരധേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അരുവിപ്പുറം ക്ഷേത്ര എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ കുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, ഇത് ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ് കേട്ടോ. ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. പിന്നെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഏതിലാണ് പറഞ്ഞത് അദ്ദേഹം? ആലുവ സർവമത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. ആലുവ സർവമത സമ്മേളനം. പഠിച്ചോ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെയോ? നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് അറിയാണ്ടുണ്ടോ? അതോ ഇനി ഞങ്ങൾ എല്ലാം പഠിച്ച് കംപ്ലീറ്റ് ആയിട്ട് അപ്പൊ ഒരു റിവിഷൻ ആയോ? ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എവിടെയാണ് എന്താണ് മിസ്റ്റേക്ക് എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണേ. ഓക്കെ, ഈ പിന്നെ
ഈ ദൈവദശകം ആത്മോപദേശ ശതകം അല്ലെ, ഇതില് ദൈവദശകത്തിൽ പറയുന്ന വരി ഏതാണ്? ശ്രീനാരായണ ഗുരുവിന്റെ പഠിച്ചത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആഴമേറും നിൻ മഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം ഇല്ലേ? അത് ദൈവദശകത്തിലെ വരിയാണ്. ആത്മോപദേശ ശതകത്തിൽ അദ്ദേഹത്തിന്റെ വരികൾ എന്താണ്? അവനവൻ എങ്ങനെ പറയാ? അവനിവൻ എന്നറിയുന്നതൊക്കെയോർത്ത ലവനി ലാദ്യമായൊരു അക്തരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കും നവയൊന്നു സുഖത്തിനായി വരേണം അല്ലെ? അതിലാണ് ആത്മോപദേശ ശതകത്തിലെ വരികളാണ്. അപ്പൊ ഇവിടെ ഒന്നും കൂടി പഠിച്ചു നോക്കാം. 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് ആര്? ഗൗരി പാർവതിബായി വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1897 മറക്കരുതേ, 1897 സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിക്കുന്നതും മലബാറിൽ അല്ലെ, ഞാൻ കണ്ടതിനേക്കാൾ കവിഞ്ഞ ഒരു വിഡ്ഢിത്തം ഇതിനു മുമ്പ് എവിടെയും കണ്ടിട്ടില്ല എന്നും സവർണർ നടക്കുന്ന വഴിയിൽ കൂടിയിട്ട് അവർണർ നടന്നുകൂടാ അല്ലെ, അതൊക്കെയായിരുന്നു നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ്, അവരുടെ വീടുകൾ അത്രയും ഭ്രാന്താലയങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്തത്? നമ്മുടെ സ്വാമി വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചപ്പോൾ പറഞ്ഞത് കേരളത്തെ ഭ്രാന്തന് ശരിയാണില്ലേ? അത് ഇന്നൊരു സത്യമായിട്ട് മാറുകയാണ്. അദ്ദേഹത്തിന്റെ അന്നത്തെ ആ വാക്കുകള് ഇന്ന് അത് കൂടുതൽ അതിലേക്ക് വരികയാണ് അല്ലെ, ഇന്നത്തെ ഓരോ നമ്മുടെ കേരളത്തിന്റെ സമൂഹം എന്ന് പറയുന്നത്. ദൈവദശകം ആത്മോപദേശ ശതകം ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. അരുവിപ്പുറത്ത് അദ്ദേഹം ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയത് 1888 വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. 1859 ചാന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ അനുമതി നൽകിയ തിരുവിതാംകൂർ രാജാവ് ആരെന്ന് ചോദിച്ചാൽ ഉത്തരം തിരുനാളാണ്. പക്ഷെ ഈ ചാന്നാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച വ്യക്തി അത് ഏത് തിരുവിതാംകൂർ രാജാവാണെന്ന് പറഞ്ഞാൽ ആര് പറയും? നവോത്ഥാന നായകനാണ്, വൈകുണ്ഠസ്വാമികളാണ് അല്ലെ, വൈകുണ്ഠസ്വാമിയാണ്. ഒക്കെ ഇപ്പൊ ഇവിടെ മാറുമറയ്ക്കാൻ അനുമതി നൽകിയത് ഉത്രം തിരുനാളാണ് കേട്ടോ. ജാതിഭേദം മതദേശം ഏതുമില്ലാതെ സർവരും സോദരധ്യേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അരുവിപ്പുറം ക്ഷേത്രത്തിലാണ് ഇതിങ്ങനെ കുറിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക ആരുടെ വാക്കാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെതാണ്. ബാധിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്നാണ് ആലുവ സർവമത സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് അവിടെ മതില് എന്ത് ചെയ്തിരിക്കുന്നത്? കുറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭം ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. 1924-25 കാലഘട്ടത്തിലാണ്. പിന്നെ ഈ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്യുന്നത്? സവർണജാഥ നടത്തുക. അങ്ങനെയൊക്കെ ചോദിക്കും, ചോദിച്ചിട്ടുണ്ട്. മന്നത്ത് പത്മനാഭൻ സവർണജാഥ നടത്തിയത് ഏത് പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഒക്കെ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ടി കെ മാധവൻ. ഓൾ പി ക്യു ആണ് കേട്ടോ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. 1924-25 വൈക്കം സത്യാഗ്രഹം നടന്നത്. മന്നത്ത് പത്മനാഭൻ സവർണജാഥ നടത്തിയത് വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തത് ടി കെ മാധവനാണ്. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത് അല്ലെ, അതിന്റെ നേതൃത്വം കൊടുത്തത് ആരാണ്? കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AKG ആണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AKG. 1931 ഗുരുവായൂർ സത്യാഗ്രഹം നേതൃത്വം കൊടുത്തത് കെ കേളപ്പൻ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം എപ്പോഴാണ്? 1936 നവംബർ മാസം 12. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനം നടക്കുന്നത് പാലക്കാട്. ആദ്യത്തെ ജില്ലാ കോൺഗ്രസ് സമ്മേളനം പാലക്കാട് വെച്ചിട്ടായിരുന്നു. അതിന്റെ അധ്യക്ഷ ആരായിരുന്നു? ആനി ബസന്റ് ആയിരുന്നു. 1916, 17, 18, 19 അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവസാനത്തെ നടന്നത് മഞ്ചേരിയിലുമാണ് കേട്ടോ. 1920 ഖിലാഫത്ത് കമ്മിറ്റിക്ക് രൂപം കൊടുക്കുന്നത് അല്ലെ. അതിന്റെ നേതൃത്വം ആരായിരുന്നു? നമ്മുടെ ഗാന്ധിജി ആയിരുന്നു. ഈ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബും ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിയുമായിരുന്നു. കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. അപ്പൊ ഇവിടെ ഖിലാഫത്ത് കമ്മിറ്റിയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. 1920 ഖിലാഫത്ത് കമ്മിറ്റി രൂപം കൊള്ളുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് ഗാന്ധിജിയാണ്. പിന്നെ അതിന്റെ സെക്രട്ടറി, ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ്. പ്രസിഡന്റ് കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ മാറിപ്പോകുന്നുണ്ട്. പ്രസിഡന്റ് സെക്രട്ടറി ആരാണ്? നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊക്കെ പ്രസിഡന്റ് വരുമ്പോൾ നമുക്കൊരു കട്ടിലിട്ട് കൊടുക്കണ്ടേ? അവരതിൽ ഇരിക്കട്ടെ. ഓക്കെ, പ്രസിഡന്റ് അല്ലെ, ഒരു ചെയർ ഇല്ല എന്ന് കണ്ടാൽ നമ്മൾ വേഗം ചെയ്യും കട്ടിലിരിക്കാൻ പറയും അല്ലേ. അപ്പൊ പ്രസിഡന്റ് ആരാണ്? കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഇപ്പോ ഈ ഖിലാഫത്ത് സമരത്തിന്റെ ഭാഗമായിട്ട് ഗാന്ധിജി
എന്ത് ചെയ്തു? കോഴിക്കോട് സന്ദർശിച്ചിട്ടു അല്ലെ. ആ കോഴിക്കോട് സന്ദർശിക്കുന്ന സമയത്ത് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നത് ആരാണ്? മൗലാന ഷൗക്കത്ത് അലി ട്ടോ. മൗലാന ഷൗക്കത്ത് അലിയാണ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ഇനി 1921 നമുക്കറിയാം മലബാർ കലാപം നടക്കുന്നത് അല്ലെ. 1930 നിയമലംഘന പ്രസ്ഥാനം അല്ലെ, ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് നിയമലംഘന പ്രസ്ഥാനം. അതിന് ആരാണ് നേതൃത്വം? ഗാന്ധിജിയാണ്. ഈ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുൾ റഹിമാനാണ്. പയ്യന്നൂരിലെ കേളപ്പനാണ് കേട്ടോ. ഈ മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് പൂക്കോട്ടൂർ യുദ്ധം നടന്നു 1921. മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ടുള്ള പൂക്കോട്ടൂർ യുദ്ധം നടന്ന വർഷം 1921 ചോദിച്ചിട്ടുണ്ട്. പൂക്കോട്ടൂർ യുദ്ധം ഏത് കലാപത്തിന്റെ ഭാഗമായിട്ടാണ് നടന്നത് ചോദിച്ചിട്ടുണ്ട്. മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ടാണ്. ഇനി ഈ മലബാർ കലാപത്തെ കുറിച്ചിട്ട് ഒരു പടപ്പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പടപ്പാട്ട് കേട്ടോ. മലബാർ കലാപത്തെ കുറിച്ചിട്ടുള്ള ഒരു പടപ്പാട്ട് എഴുതിയത് ആരാണ്? കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയിട്ടുള്ള ആരായിരുന്നു? ജില്ലാ പോലീസ് മേധാവി ആരാണ്? ഹിച്ച്കോക്ക് അല്ലെ. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവിയാണ് ഹിച്ച്കോക്ക്. ഈ ഹിച്ച്കോക്കിനെ കലാപകാരികൾ എന്ത് ചെയ്തു? കൊലപ്പെടുത്തി. പിന്നെ ഈ ബ്രിട്ടീഷ് ഗവൺമെന്റ് അദ്ദേഹത്തിന് ഒരു സ്മാരകവും നിർമ്മിച്ചു. ഓക്കെ, ഇത് പൊളിച്ചു മാറ്റണം എന്ന് ആവശ്യപ്പെട്ട് സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഒരു പടപ്പാട്ട് ആര് തയ്യാറാക്കുന്നത്? കമ്പളത്ത് ഗോവിന്ദൻ നായർ. പടപ്പാട്ട് തയ്യാറാക്കാനിടയുണ്ടായ സാഹചര്യം മനസ്സിലായോ? എന്താ പറഞ്ഞത്? മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ജില്ലാ പോലീസ് മേധാവി ആയിരുന്നു ഹിച്ച്കോക്ക്. ഈ ഹിച്ച്കോക്കിനെ കലാപകാരികൾ, മലബാർ കലാപകാരികൾ വധിച്ചതിന് ശേഷം ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന് ഒരു സ്മാരകം തീർത്തു. ഓക്കെ, ഇത് പൊളിച്ചു മാറി. ഇദ്ദേഹത്തിന് ഒരു സ്മാരകം ഈ നമ്മുടെ പറ്റുമോ? സമ്മതിക്കില്ല. അപ്പൊ എന്ത് ചെയ്തു? കലാപകാരികള് ഇത് പൊളിച്ചു മാറ്റണം എന്ന് ആവശ്യപ്പെട്ടിട്ട് എന്ത് ചെയ്തു? സമരം നടന്നു. ആ സമരത്തിൽ പങ്കെടുത്തു ആര്? കമ്പളത്ത് ഗോവിന്ദൻ നായർ. അദ്ദേഹം മലബാർ കലാപത്തെ കുറിച്ച് ഒരു പടപ്പാട്ട് എഴുതി. അതാണ് ആരാ എഴുതി ചോദിച്ചാൽ കമ്പളത്ത് ഗോവിന്ദൻ നായരാണ്. അപ്പൊ ഇവിടെ ഇത്രയും മനസ്സിലായല്ലോ. തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന 1936 നവംബർ 12. 1916 മലബാർ ജില്ലാ കോൺഗ്രസ് സമ്മേളനത്തിന് തുടക്കം കുറിക്കുന്നത്. ഫസ്റ്റ് പാലക്കാടായിരുന്നു. അതിന്റെ അധ്യക്ഷ ആനി ബസന്റ് ആയിരുന്നു. അവസാനത്തേത് 1920 മഞ്ചേരിയിലായിരുന്നു. 1920 ഖിലാഫത്ത് കമ്മിറ്റി രൂപം കൊള്ളുന്നത്. അതിന് നേതൃത്വം കൊടുത്തത് ഗാന്ധിജിയാണ്. പിന്നെ ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്, പ്രസിഡന്റ് കട്ടലശ്ശേരി മുഹമ്മദ് മൗലവി. മലബാർ കലാപം 1921. 1930 നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുടെ നേതൃത്വത്തില്. കോഴിക്കോട് നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കോഴിക്കോട് നേതൃത്വം നൽകിയത് മുഹമ്മദ് അബ്ദുറഹിമാൻ. പയ്യന്നൂരിലെ കേളപ്പൻ. പൂക്കോട്ടൂർ യുദ്ധം 1921. മലബാർ കലാപത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഒരു യുദ്ധമാണ് പൂക്കോട്ടൂർ യുദ്ധം. മലബാർ കലാപത്തെ കുറിച്ച് പടപ്പാട്ട് തയ്യാറാക്കിയത് കമ്പളത്ത് ഗോവിന്ദൻ നായർ. 1897 അമരാവതിയിൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങൾ നടക്കുകയാണ് അല്ലെ. 1885 INC രൂപീകൃതമായി. 1897 ആയപ്പോൾ അമരാവതിയിൽ നടന്നിട്ടുള്ള INC സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ചേറ്റൂർ ശങ്കരൻ നായരായ മലയാളി ആയിരുന്നു. എപ്പോഴും ചോദിക്കാറുണ്ട്. INC പങ്കെടുത്ത മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ്. അത് ഏത് സമ്മേളനം? അമരാവതി സമ്മേളനം. ഇതെല്ലാം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് വർഷം? 1897 ചേറ്റൂർ ശങ്കരൻ നായർ പാലക്കാട് സ്വദേശിയാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായരാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം ആരുടേതാണ്? ഇതെല്ലാം പ്രീവിയസ് ആണ് കേട്ടോ. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് ആരാണ്? ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം ചേറ്റൂർ ശങ്കരൻ. അപ്പൊ ഈ 3 പോയിന്റ് ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ച് മനസ്സിലാക്കിക്കാം. നിയമലംഘന സമരം 1930 നിയമലംഘന സമരം തുടങ്ങി പറഞ്ഞ 34 ഇത് പിൻവലിച്ചു. പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയത് ഏത് വർഷമാണ്? 1939. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയത് എപ്പോഴാണ്? 1939. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവമാണ് ഏത്? കീഴരിയൂർ ബോംബ് കേസ്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട വ്യക്തി KB മേനോൻ. എല്ലാം ഞാൻ ഇത്രയും പറഞ്ഞ ഇന്ന് പഠിപ്പിക്കുന്ന ഫുള്ള് പ്രീവിയസ് ആണ് കേട്ടോ. ഞാൻ എടുത്തു പറയുന്നില്ല. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് പോലീസ് മേധാവി ആരാണ്? ഹിച്ച്കോക്ക്. 1891 മലയാളി മെമ്മോറിയൽ സ്ഥാപിക്കുന്നത് അല്ലെ. ആരാണ് മലയാളി മെമ്മോറിയൽ കൊണ്ടുവരുന്നത്? GP പിള്ളയാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം കൊണ്ടുവരുന്നത്? സർക്കാർ ജോലികളില് തിരുവിതാംകൂറുകാർക്ക് എന്ത് ചെയ്തില്ല?
പ്രാതിനിധ്യം കൊടുത്തില്ല. സർക്കാർ ജോലിയിൽ കേട്ടോ, ഗവൺമെന്റ് ജോലിയിൽ തിരുവിതാംകൂർക്ക് പ്രാതിനിധ്യം കൊടുക്കാതെ മറ്റു ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ ജോലി കൊടുക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അതിനെതിരെ GP പിള്ള മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുകയാണ് 1891 കേട്ടോ. 1816-ലധികം പേരൊക്കെ ഒപ്പിട്ടിട്ട് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുകയാണ്. ഓക്കെ, പിന്നെ 1896 ആയപ്പോൾ 91 കഴിഞ്ഞ് 96 ആയപ്പോൾ പൽപ്പു ഈഴവ മെമ്മോറിയൽ കൊണ്ടുവന്നു. ഈഴവ മെമ്മോറിയൽ എന്ത് ചെയ്തു? ഈഴവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടിട്ടാണ് ഡോക്ടർ പൽപ്പു ഈഴവ മെമ്മോറിയൽ കൊണ്ടുവരുന്നത് കേട്ടോ. പിന്നെ 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നുണ്ട്. നിവർത്തന പ്രക്ഷോഭത്തിൽ നയിച്ച നേതാക്കള് NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. എല്ലാം ചോദിച്ചിട്ടുണ്ട്, 3 പേരെയും ചോദിച്ചിട്ടുണ്ട്. NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. എന്തിനാണ് ഈ നിവർത്തന പ്രക്ഷോഭം കൊണ്ടുവന്നത്? എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഉത്തരവാദ ഭരണത്തിനായിട്ടായിരുന്നു അല്ലെ? ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയിട്ടായിരുന്നു. അതായത് സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ഒക്കെ എന്ത് ചെയ്യണം? ജനസംഖ്യ എത്രയാണോ അതിന് ആനുപാതികമായിട്ട് സംവരണം കൊടുക്കണം. അതിപ്പോ ക്രിസ്ത്യൻ ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ഈഴവ ആയിക്കോട്ടെ, ഈ സമുദായക്കാർക്ക് അല്ലെ, ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ. അപ്പൊ എത്ര ജനസംഖ്യയുണ്ടോ അതിൽ എത്ര ക്രിസ്ത്യൻസ് ഉണ്ട്, എത്ര മുസ്ലിംസ് ഉണ്ട്, അതിൽ എത്ര ഈഴവ ഉണ്ട്, അതൊക്കെ അവർക്ക് ആനുപാതികമായിട്ട് എന്ത് ചെയ്യുക? സംവരണം കൊടുക്കുക. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നിവർത്തന പ്രക്ഷോഭം കൊണ്ടുവന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഓക്കെ ആയല്ലോ. ഒന്നും കൂടി പറഞ്ഞുതരാം. 1897 അമരാവതി സമ്മേളനം, ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ അമരാവതി സമ്മേളനത്തില് അധ്യക്ഷ വഹിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന മലയാളിയാണ്. പാലക്കാട് സ്വദേശിയാണ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്നും അംഗത്വം രാജിവെച്ചതും അദ്ദേഹമാണ്. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം ആരുടെ എന്ന് ചോദിച്ചാൽ ചേറ്റൂരിന്റെയാണ്. നിയമലംഘന സമരം 30 നിയമലംഘന സമരം തുടങ്ങി, ഗാന്ധിജി തുടങ്ങി അല്ലെ, പിൻവലിച്ചത് 34. കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് വർഷമാണ്? 1939. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവം കീഴരിയൂർ ബോംബ് കേസ്. വെരി 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 ഇമ്പോർട്ടന്റ്. കീഴരിയൂർ ബോംബ് കേസിലെ ബന്ധപ്പെട്ട വ്യക്തി KB മേനോൻ. ഇതൊക്കെ ചോദിച്ചിട്ടുണ്ട്. മലബാർ കലാപത്തെ അടിച്ചമർത്തിയ ബ്രിട്ടീഷ് പോലീസ് മേധാവി, നമ്മൾ പറഞ്ഞില്ലേ, പടപ്പാട്ട് തയ്യാറാക്കിയത് കമ്പളത്ത് ഗോവിന്ദൻ നായർ. ആരുടെ പ്രതിഷേധിച്ചിട്ടുണ്ടായി? ഹിച്ച്കോക്കിന്റെ സ്മാരകത്തിലെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അല്ലെ. മലയാളി മെമ്മോറിയൽ 1891 GP പിള്ളയാണ്. 1896 പൽപ്പു ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചു. 1932 നിവർത്തന പ്രക്ഷോഭം ആരൊക്കെയായിരുന്നു? NV ജോസഫും PK കുഞ്ഞും C കേശവൻ എന്നിവരുടെ നേതൃത്വത്തില് ഉത്തരവാദ ഭരണത്തിനുമായിട്ടുള്ള ഈ സമരം നടന്നത്. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിക്കുന്നത്. ആരുടെ നേതൃത്വത്തില്? പട്ടം താണുപിള്ള. എപ്പോഴും ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻ. 1938 വർഷം എപ്പോഴും ചോദിക്കാറുണ്ട്, ആരാണെന്നും ചോദിക്കാറുണ്ട്. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് സ്ഥാപിച്ചത് പട്ടം താണുപിള്ള. 1946 പുന്നപ്ര വയലാർ സമരം നടക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട് നടന്നു? സർ CP രാമസ്വാമി അയ്യരുടെ ഭരണ പരിഷ്കാരങ്ങൾക്കെതിരെ നടന്നതാണ് പുന്നപ്ര വയലാർ സമരം 46. 1936 ഇലക്ട്രിസിറ്റി സമരം നടക്കുന്നത്. കൊച്ചി ദിവാനായിട്ടുള്ള ഷൺമുഖൻ ചെട്ടിയുടെ നേതൃത്വത്തില് ഇലക്ട്രിസിറ്റി സമരം 36 തൃശ്ശൂർ വെച്ചിട്ടാണ് നടക്കുന്നത് കേട്ടോ. തൃശ്ശൂര്. കൊച്ചിയിൽ ഉത്തരവാദ ഭരണം നേടുന്നതിനായിട്ട് രൂപം കൊണ്ട ഒരു സംഘടനയാണ് ഏത്? കൊച്ചി രാജ്യ പ്രജാ മണ്ഡലം. കൊച്ചിയിൽ ഉത്തരവാദ ഭരണം നേടുന്നതിനായിട്ട് രൂപം കൊണ്ട സംഘടനയാണ് കൊച്ചി രാജ്യ പ്രജാ മണ്ഡലം. 1941 കൊച്ചി രാജ്യ പ്രജാ മണ്ഡലം രൂപീകരിച്ചത് VR കൃഷ്ണൻ എഴുത്തച്ഛനും S നീലകണ്ഠ അയ്യരുമാണ്. 1941 കൊച്ചി രാജ്യ പ്രജാ മണ്ഡലം രൂപീകരിച്ചത് ആരൊക്കെയാണ്? VR കൃഷ്ണൻ എഴുത്തച്ഛനും S നീലകണ്ഠ അയ്യരുമാണ്. ഈ കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന് നേതൃത്വം നൽകിയത്, രൂപീകരിച്ചു, രണ്ടാലും കൂടിയിട്ട് രൂപീകരിച്ചാൽ മാത്രം പോരാ, തുറന്നു കൊണ്ടുപോകണം അല്ലെ. അപ്പൊ അതിന് നേതൃത്വം നൽകിയവര് ഇക്കണ്ട വാര്യരും പനമ്പിള്ളി ഗോവിന്ദ മേനോനും K അയ്യപ്പനുമാണ്. ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദ മേനോൻ, K അയ്യപ്പൻ. കോൺഗ്രസിന്റെ കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു? വടകരി വെച്ചിട്ടായിരുന്നു കേട്ടോ. കോൺഗ്രസിന്റെ കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം എവിടെ വെച്ചിട്ടാണ്? വടകരിയില്. മലബാറില് നേതൃത്വം നൽകിയത് ആരായിരുന്നു? AV കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറില് അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനും കേട്ടോ. മലബാറില് ആരായിരുന്നു നേതൃത്വം കൊടുത്തത്? AV കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറില് അക്കമ്മ ചെറിയാനും ആനി മസ്ക്രീനും. സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു നൽകിയില്ലേ ആരൊക്കെ? നമ്മുടെ ഗാന്ധിജി വന്ന സമയത്ത് അവരുടെ മുഴുവൻ ആഭരണങ്ങളും അഴിച്ചു നൽകിയ 16-കാരിയാണ് ആര്? കൗമുദി ടീച്ചർ കേട്ടോ. അതായത് ഭാവിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് പൈസ കണ്ടെത്തണം അല്ലെ, ഹരിജൻ ഫണ്ടിനൊക്കെ ആയിട്ട് ഭാഗമായിട്ട് വരുന്ന സമയത്താണ് ആര് സ്വർണ്ണമൊക്കെ അഴിച്ചു നൽകുന്നത്? കൗമുദി ടീച്ചർ. 1921 ഏപ്രിൽ 23 മുതൽ 26
1976 വരെ ഒറ്റപ്പാലത്ത് ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നു. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ. ഞാനിപ്പോ ഇന്ന് എടുക്കുന്ന ക്ലാസ്സിൽ ഒരു ക്വസ്റ്റ്യൻ പോലും പ്രീവിയസ് വരാത്തില്ല കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും പ്രീവിയസ് വന്നതാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ ഇന്നിപ്പോൾ അവസാനത്തെ ആയതുകൊണ്ട് ഞാൻ ഇത്ര ലെങ്ത് ആയിട്ട് വീഡിയോ ഇട്ടതാണ് കേട്ടോ. ഇത്രയൊന്നും ഒരു ഡെയിലി നമുക്ക് ടൈപ്പ് ചെയ്ത് കയറ്റി ഇതാന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കലും എല്ലാം കൂടിയിട്ട് നടക്കുന്നില്ല. എന്നാലും ഇത് ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ്, അപ്പം ഇന്നത്തോടുകൂടി കേരള ഹിസ്റ്ററി കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ലെങ്ത് ആയത് കേട്ടോ. അപ്പം നമുക്ക് ഇനി അടുത്തത് നമുക്ക് എന്താണ് എന്താ പറയുക, പതിയെ തിന്നാൽ പനിയും തിന്നാം എന്ന് പറയില്ലേ. നമ്മൾ കുറേ ലോഡ് കണക്കിന് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഇട്ട് തന്നിട്ട് ഒന്നും പഠിക്കാത്ത അവസ്ഥയേക്കാൾ നല്ലത് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് കുറച്ച് തന്ന് എന്താണ് നമുക്ക് ഫുള്ളായിട്ട് നേരെ പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടക്കുന്ന എപ്പോഴാണ്? 1921 ഏപ്രിൽ 23 മുതൽ 26 വരെ. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശമായിരുന്നു. ടി പ്രകാശം. 1928 നെഹ്റു പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം അല്ലെ, നെഹ്റു അധ്യക്ഷനായിട്ടുള്ള പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം നടക്കുന്ന 1928 എന്തിനു വേണ്ടിയിട്ടാണ് ഈ നെഹ്റു പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം സംഘടിപ്പിച്ചത്? കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ചത് അല്ലെ. കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ചത് ഏതിലായിരുന്നു? പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. 1947 തൃശൂർ ഐക്യ കേരള കൺവെൻഷൻ നടക്കുന്നത്. അധ്യക്ഷൻ കെ കേളപ്പൻ. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംസ്ഥാനം തിരുവിതാംകൂറും കൊച്ചിയും കൂടിയിട്ട് രണ്ടും കൂടി ചേർന്നു അല്ലെ. അങ്ങനെ എത്തിയിട്ടാണ് എവിടേക്ക് എത്തുന്നത്? 56 നവംബർ 1 കേരളം എന്ന സംസ്ഥാനത്തിലേക്ക് എത്തുന്നത്. 49 ജൂലൈ 1 തിരുക്കൊച്ചി എന്ത് ചെയ്തു? സംസ്ഥാനം രൂപീകരിച്ചു. 1.25 കോടി മലയാളികൾ അല്ലെ, മലയാളം ഭാഷകൾ സംസാരിക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം രചിച്ചത്. ആരാണ്? MS നമ്പൂതിരിപ്പാട്. കേരള സംസ്ഥാനം 1956 നവംബർ 1 രൂപീകൃതമായി. തമിഴ്നാടിന് ഈ കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ തമിഴ്നാടിന് വിട്ടുകൊടുത്തു. ഏതൊക്കെ സ്ഥലങ്ങളാണെന്നറിയോ? കേരളത്തിലെ താലൂക്കുകൾ. ഏതൊക്കെ താലൂക്കാണ്? ഇതൊക്കെ നമ്മുടെ കേരളത്തിലെ താലൂക്കുകളായിരുന്നു. അത് നമ്മുടെ തൊട്ടയലത്ത് കിടക്കുന്ന തമിഴ്നാടിന് വിട്ടുകൊടുത്തു. കേരള സംസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട് ഇതൊക്കെ കേരളത്തിന്റെ താലൂക്കായിരുന്നു. ഇപ്പൊ തമിഴ്നാട്ടിലാണ് കിടക്കുന്നത്. തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്. ഇനി തെക്കൻ കർണാടകയിലെ കാസർഗോഡ് ഹോസ്ദൂർ താലൂക്ക് കേരളത്തോട് കൂട്ടിച്ചേർത്തു. ഈ ഹോസ്ദൂർ താലൂക്കും കാസർഗോഡും ഇതൊക്കെ എവിടെയായിരുന്നു? കർണാടകയുടെ ഭാഗമായിരുന്നു. അത് എന്ത് ചെയ്തു? കേരളത്തിലേക്കും വന്നു. ഓക്കെ, കർണാടകയിലുള്ളത് കേരളത്തിലേക്കും വന്നു, കേരളത്തിലുള്ളത് തമിഴ്നാട്ടിലേക്കും പോയി. കാസർഗോഡ് ഹോസ്ദൂർ താലൂക്കും. ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ്? NV കൃഷ്ണ വാര്യർ. ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് ആരാണ്? NV കൃഷ്ണ വാര്യർ. ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, NV കൃഷ്ണ വാര്യർ. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു? കേരള സംസ്ഥാനം 1956 നവംബർ 1. തമിഴ്നാടിന് വിട്ടുകൊടുത്ത കേരളത്തിലെ താലൂക്കുകൾ തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവങ്കോട്. കിഴക്കൻ കർണാടകയിലെ കാസർഗോഡും ഹോസ്ദൂർ താലൂക്കും ഏതിനോട് കൂട്ടിച്ചേർത്തു? കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് എന്താണ്? എങ്ങനെയാണ് ഐക്യ കേരള പ്രതിജ്ഞ? 3 മുറിഞ്ഞു കിടക്കും ഈ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം എന്നങ്ങനെ കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട പ്രതിജ്ഞയാണ് ആര് തയ്യാറാക്കിയത്? NV കൃഷ്ണ വാര്യർ തയ്യാറാക്കിയത്. ഇനി സമത്വ സമാജം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. SNDP ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു, സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി, ആത്മവിദ്യാസംഘം ആരാണ്? വാഗ്ബടാനന്ദൻ, സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ, പിന്നെ ആര്യ സമാജം പണ്ഡിറ്റ് കറുപ്പൻ, NSS നായർ സർവീസ് സൊസൈറ്റി ആരാണ്? മന്നത്ത് പത്മനാഭൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. പഠിച്ചു വെക്കണേ. സമത്വ സമാജം വൈകുണ്ഠസ്വാമി, SNDP ശ്രീനാരായണ ഗുരു, ശ്രീനാരായണ ധർമ്മ SNDP എന്നൊന്നും ചോദിക്കില്ല, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം എന്നാണ് എപ്പോഴും എക്സാമിന് വരാറുള്ളത്. 1903 കേട്ടോ ഇത് സ്ഥാപിക്കുന്നത്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി, തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ വക്കം അബ്ദുൽ ഖാദർ മൗലവി, ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ, സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ, ആര്യ സമാജം പണ്ഡിറ്റ് കറുപ്പൻ, NSS നായർ സർവീസ് സൊസൈറ്റി മന്നത്ത് പത്മനാഭൻ, യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാട്, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. അതുപോലെ തന്നെ ചട്ടമ്പി സ്വാമികൾ ഉണ്ടല്ലോ, ചട്ടമ്പി സ്വാമികളാണ് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥ, സംബന്ധം, മരുമക്കത്തായം എന്നിവയ്ക്കെതിരേക്ക്
പോരാടി കേട്ടോ. കൂട്ടുകുടുംബ വ്യവസ്ഥയും സംബന്ധങ്ങളും മരുമക്കത്തായും എന്നിവയ്ക്കെതിരെയൊക്കെ പോരാടിയതാരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അതുപോലെ ചാവറയച്ചനുണ്ടല്ലോ, കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചൻ, അദ്ദേഹമാണ് അനാഥാലയങ്ങളും വിദ്യാലയങ്ങളും ഒക്കെ സ്ഥാപിച്ചത് കേട്ടോ. അനാഥാലയങ്ങള് അതുപോലെ വിദ്യാലയങ്ങളൊക്കെ സ്ഥാപിച്ചു. അതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. നമ്മൾ പുതിയ SCERT-യിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചരിത്രത്തിന്റെ ആധാരശിലകൾ എന്ന ലെസൺ ഉണ്ടല്ലോ. ചരിത്രത്തിന്റെ ആധാരശിലകൾ. അതില് ഞാൻ ആ സ്ലൈഡ് അങ്ങോട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ്. അതിൽ 2-3 പോയിന്റ് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തെ കുറിച്ച് പഠിച്ചില്ലേ? വിജയപുരി എന്നൊക്കെ അറിയപ്പെടുന്നു പറഞ്ഞ വിഴിഞ്ഞം തുറമുഖം. ഈ വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്നത് ആയി രാജവംശത്തിന്റെ കേന്ദ്രമായിരുന്നു കേട്ടോ. അതൊന്ന് നോക്കണേ. ആയി രാജവംശത്തിന്റെ കേന്ദ്രം. ആയി രാജവംശത്തിന്റെ കേന്ദ്രം എന്നുള്ളത് അതൊന്ന് അവിടെ ഒന്ന് നോട്ട് ചെയ്യുക. പിന്നെ പഠിക്കാനുള്ളത് ഞാൻ ഏകദേശം ഒക്കെ എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ഈ നന്നങ്ങാടികളെ കുറിച്ച് പറയുന്നുണ്ട്. നന്നങ്ങാടികൾ. എന്താ ഈ നന്നങ്ങാടികൾ പറയുന്നത്? നമ്മുടെ മഹാശില കാലഘട്ടത്തില് ശവസംസ്കാരങ്ങൾ ഉണ്ടല്ലോ, ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന വലിയ കളിമൺ ഭരണി കേട്ടോ. കളിമൺ ഭരണികളാണ് ഇത് നന്നങ്ങാടി. ശവസംസ്കാരത്തിന് ഉപയോഗിച്ചിരുന്ന കളിമൺ ഭരണികളാണ് നന്നങ്ങാടികൾ എന്ന് പറയുന്നത്. പിന്നെ അതിൽ വിട്ടത് ഈ ലിഖിത പഠനങ്ങളുണ്ടല്ലോ, ലിഖിത പഠനം. അതായത് ഇപ്പോ ലിഖിത പഠനത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഏതാ പറയാ? എപ്പിഗ്രഫി കേട്ടോ. എപ്പിഗ്രഫി. ഓക്കെ, എപ്പിഗ്രഫി. കാരണം ഇതൊക്കെ പ്രാചീന ഹിസ്റ്ററിയിൽ വരുന്നതാണ്. ചോദ്യം വരാൻ വഴിയില്ല, എന്നാലും പറയാൻ പറ്റില്ല. PSC നമുക്ക് പണി എപ്പോഴാണ് തരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അത് മനസ്സ് ഇതാക്കാണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്യാൻ തന്നെ കൂടുതൽ താല്പര്യം കാണിക്കാതിരുന്നതും. അതുകൊണ്ട് അതൊക്കെ പഴയ പ്രാചീന ഹിസ്റ്ററിയിൽ വരുന്നതാണ്. ഓക്കെ, ലിഖിത പഠനം ഏതാണ് ശാസ്ത്രശാഖ? എപ്പിഗ്രഫി എന്ന് പറയുന്നത് അല്ലേ. അതായത് ഈ ലിഖിത പഠനം പറയുമ്പോൾ ഇപ്പൊ ശിലകളുണ്ടല്ലോ, ഓരോരോ ശിലകള്, ലോഹത്തകിട്, അതേപോലെ ഓലകളൊക്കെ ഇല്ലേ, ഓലകൾ. ഇപ്പൊ പണ്ടൊക്കെ നമ്മൾ ജാതകമൊക്കെ എഴുതിയിരുന്ന ഓലകളിലല്ലേ. അങ്ങനെ ഈ തുടങ്ങിയവയിലെ എഴുത്തുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് ഏത് പറയുന്നത്? ലിഖിത പഠനം എന്ന് പറയുന്നത് കേട്ടോ. അതിന് എപ്പിഗ്രഫി എന്ന് പറയുന്നു. പിന്നെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന നാണയങ്ങളുണ്ട്. ഏതൊക്കെയാണ് നമ്മൾ നാണയങ്ങൾ കേട്ടിട്ടുള്ളത്? നാണയങ്ങൾ ഏതൊക്കെയാണ്? പഴയകാലത്തെ നാണയത്തെ കുറിച്ചിട്ടുള്ള പഠനം ഏത് പറയും? ന്യൂമിസ്മാറ്റിക്സ് അല്ലേ. ഇതൊക്കെ വരാറുണ്ട് കേട്ടോ. ഇതൊക്കെ സാധാരണ ആദ്യം ചോദിക്കാറുണ്ട്. ഇപ്പൊന്നും കുറെ ആയിട്ടില്ല, ആദ്യകാലത്തൊക്കെ ചോദിച്ചിട്ടുണ്ട്. ന്യൂമിസ്മാറ്റിക്സ് അല്ലേ, നാണയങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം നാണയശാസ്ത്രമാണെന്ന് പറയാം, ചോദിക്കില്ല അല്ലെ. ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയും. ഏതൊക്കെയാണ് പണ്ടുള്ള നാണയങ്ങൾ? ഏതൊക്കെയാണ്? നമ്മളിപ്പോ കാശ് പറയും അല്ലേ. കാശില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പെടാപ്പാടാണ് നമ്മുടെ ഇപ്പോഴത്തെ പെടാപ്പാട്. അച്ച്. പിന്നെന്ത് പറയും? പണം. അത് നോർമലായിട്ട് പറയും. പിന്നെ അനന്തരായൻ പണം, പിന്നെ സുൽത്താൻ കാശ്. ഇതൊക്കെ എന്താണ്? പണ്ട് കാലത്ത് പണത്തിന് ഉള്ള വിശേഷണങ്ങളാണ്. ഓക്കെ, പിന്നെ ഇതില് ശ്രദ്ധിക്കുക, വീരരായൻ പണം. അതൊന്നും നോട്ട് ചെയ്യണേ. വീരരായൻ പണം എന്താണെന്നറിയോ? ഈ വീരരായൻ പണം നമ്മുടെ കോഴിക്കോട് ഭരിച്ചിരുന്നത് ആരാണ്? നമ്മളിപ്പോ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാണ്? സാമൂതിരി അല്ലേ. ആ സാമൂതിരിയുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയമാണ് കേട്ടോ. കോഴിക്കോട് സാമൂതിരി ഭരിച്ചിരുന്ന കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയം ഏത് എന്ന് ചോദിച്ചാൽ വീരരായൻ പണമാണ് കേട്ടോ. ഈ വീരരായൻ പണം 1667 മുതലാണ് ഈ നാണയങ്ങളൊക്കെ അടിച്ചിറക്കാൻ തുടങ്ങിയത് കേട്ടോ. സ്വർണത്തിലാണ് നിർമ്മിച്ചത്. ഈ നാണയത്തെ വിദേശീയർ എന്ത് പറയുന്നറിയോ? പൊൻപണം എന്ന് പറയും. അപ്പൊ ഈ നാണയം ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? വീരരായൻ പണത്തെ കുറിച്ചിട്ട് എന്തൊക്കെയാ പഠിച്ചത്? കോഴിക്കോട് ഭരിച്ചിരുന്ന സാമൂതിരിയുടെ കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന നാണയമാണ് വീരരായൻ പണം. 1667 മുതലാണ് ഈ നാണയങ്ങൾ അടിച്ചിറക്കാൻ തുടങ്ങിയത്. ഇത് എങ്ങനെയായിരുന്നു? സ്വർണ്ണ നാണയങ്ങളായിരുന്നു കേട്ടോ. സ്വർണത്തിലാണ് ഇത് നാണയം അടിച്ചിറക്കിയത്. ബ്രിട്ടീഷുകാർ ഇതിനെ പൊൻപണം എന്നാണ് വിശേഷിപ്പിച്ചത് കേട്ടോ. പിന്നെ ഈ നാണയത്തിൽ വന്നിട്ട് ഈ നാമകുറി, സൂര്യന്റെ അടയാളങ്ങള്, സിംഹത്തിന്റെ അടയാളം, ഇതൊക്കെ എന്തുണ്ടായിരുന്നു? ഇതില് ഉണ്ടായിരുന്നു കേട്ടോ. വൈഷ്ണവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന നാമകുറി, അതുപോലെ തന്നെ സൂര്യന്റെ അടയാളങ്ങളും പിന്നെ സിംഹത്തിന്റെ അടയാളങ്ങളൊക്കെ
ഇതിലുണ്ടായിരുന്നു. ഇതൊക്കെയാണ് നമുക്ക് ഈ ചരിത്രത്തിന്റെ ആധാരശിലകളിൽ വിട്ടുപോയി എന്ന് പറയാൻ പറ്റില്ല. ഞാൻ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഈ ചരിത്രത്തിന്റെ ആധാരശിലകൾ ഇത്രയും പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ ലെസൺ ഒന്നുമില്ല, അരച്ചു പേർക്കാൻ വേറെ ഒന്നുമില്ല ഇതിൽ. നെക്സ്റ്റ്, അനീതിയിൽ നിന്നും നീതിയിലേക്ക്. അനീതിയിൽ നിന്നും നീതിയിലേക്ക് 7ാം ക്ലാസ്സിലെ പാർട്ട് 1 നമ്മൾ ലെസൺ പറഞ്ഞല്ലോ. അതിലത്തെ ഒരു 2-3 പോയിന്റ് ഒന്ന് ശ്രദ്ധിച്ചോ. അഗ്നിച്ചിറകുകൾ ആരുടേതാണ്? അഗ്നിച്ചിറകുകൾ ആരുടേതാണ്? അബ്ദുൽ കലാമിൻ്റെതാണ്, APJ അബ്ദുൽ കലാം. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഈ ഊരുട്ടമ്പലത്തെ സർക്കാർ UP സ്കൂളിന്റെ വിദ്യാലയം ഇപ്പൊ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഊരുട്ടമ്പലം ഗവൺമെന്റ് UP സ്കൂൾ ഇപ്പൊ ഏത് പേരിലാണ് ആക്കിയിരിക്കുന്നത്? ഏത് പേരിലാണ്? അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന പേര് ഇപ്പൊ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചോദിക്കും, ഊരുട്ടമ്പലം ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ പേരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം. കാരണം ഈ സ്കൂളിന് ഈ പേര് മാറ്റാൻ എന്താണെന്നറിയോ? കാരണം ഈ സ്കൂളിൽ വെച്ചിട്ടാണ് ഈ പഞ്ചമി എന്ന പെൺകുട്ടിയെ ജാതിയുടെ പേരിലും വർണ്ണത്തിന്റെ പേരിലും പഠിക്കാൻ പറ്റാതെ അല്ലെ തിരിച്ചയച്ചത്. ഓർമ്മയുണ്ട്, പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അയ്യങ്കാളി എന്ത് ചെയ്യാണ്? പഞ്ചമി എന്ന പെൺകുട്ടിയെ എന്ത് ചെയ്തു? ഈ സ്കൂളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അപ്പൊ ഈ പഞ്ചമി എന്ന കുട്ടി സ്കൂളിൽ കയറിയപ്പോൾ ജന്മിമാർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ സ്കൂളിന് തീയിടുകയാണ് ചെയ്തത്. തീയിട്ടിട്ട് അതിൽ നഷ്ടപ്പെട്ട ആ ബെഞ്ചുകളുടെ ഒക്കെ അതുണ്ട്, അത് ഇപ്പോഴും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ നമ്മൾ കുറെ എല്ലാം നോക്കി. പിന്നെ അതില് നഞ്ചിയമ്മ ഉണ്ടല്ലോ, നമ്മുടെ ഗായിക നഞ്ചിയമ്മ. നമ്മൾ 5ാം ക്ലാസ്സിലത്തെ ഫുൾ ലെസൺ പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഒരു SCRT വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഈ എല്ലാ പോയിന്റും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ സബ്ജക്ട് വൈസ് ആയതുകൊണ്ട് വീണ്ടും അത് പറയേണ്ടി വരികയാണ്. അതിൽ കിടക്കുന്നുണ്ട് എല്ലാം. അത് കണ്ടവർക്ക് പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. പാലക്കാട് ജില്ലയിലെ എവിടെയാണ്? അട്ടപ്പാടിയിലെ നഞ്ചിയമ്മ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയില് ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണ് അവര്? ഇരുള കേട്ടോ. ഇരുള വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് ആര്? നഞ്ചിയമ്മ. 2020 അവർക്ക് എന്ത് ചെയ്യുന്നത്? രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. മികച്ച ഗായികയ്ക്ക് അല്ലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഏത് വിഭാഗത്തിലാണ്? മികച്ച ഗായിക എന്ന വിഭാഗത്തിൽ 2020 രാഷ്ട്രപതിയിൽ നിന്നും അവര് എന്തു ചെയ്തു? അവാർഡ് ഏറ്റുവാങ്ങി അല്ലെ. ഏതായിരുന്നു അവരുടെ ഗാനം? കളകാത്ത സന്തനമേറെ ബെഗുവോഗ പുതിർക്കോ അല്ലെ. ആ ഗാനമാണ് അവർക്ക് ദേശീയ പുരസ്കാരം നേടാനിടയായത്. 2020 കേട്ടോ. ഇരുള വിഭാഗമാണ് പാലക്കാട് അട്ടപ്പാടി ജില്ല. അതൊന്ന് നോക്കി വെക്കുക. പിന്നെ നിലമ്പൂർ ആയിഷയുണ്ട്. നിലമ്പൂർ ആയിഷ ആരാണ്? നാടകത്തിൽ അല്ലെ കൂടുതൽ താല്പര്യം അല്ലെ നാടകത്തിൽ അഭിനയിക്കാൻ അന്ന് പണ്ട് കാലത്തൊന്നും സ്ത്രീകളെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ നിലമ്പൂർ ആയിഷ അതൊന്നും നോക്കാതെ തന്നെ നാടകത്തിൽ കൂടുതൽ സജീവമായിട്ട് പ്രവർത്തിച്ച ഒരാളാണ് ആര്? നിലമ്പൂർ ആയിഷ. അതൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ പണ്ഡിത രമാഭായി ആരാണ്? പണ്ഡിത രമാഭായി സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അല്ലെ ശാരദാ സദൻ സ്ഥാപിച്ചതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനും ഒക്കെ പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളാണ് പണ്ഡിത രമാഭായി. പിന്നെ ഈ ട്രാൻസ്ജെൻഡർ നമ്മളിപ്പോൾ പറയാറില്ലേ, ട്രാൻസ്ജെൻഡർ ആണ്, അവർ ട്രാൻസ്ജെൻഡർ ആണ് പറയുന്നത്. എന്താ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ? ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ട്രാൻസ്ജെൻഡർ വ്യക്തി എന്നാൽ ജനന സമയത്ത് ആ വ്യക്തിക്ക് നൽകിയിട്ടുള്ള ലിംഗ പദവിയുമായി പൊരുത്തപ്പെടാത്ത വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത്. അതിൽ ട്രാൻസ് പുരുഷനും ട്രാൻസ് സ്ത്രീയും ഉൾപ്പെടും. ഇപ്പോൾ ഞാൻ ജനിച്ചു, സ്ത്രീയായിട്ട് ജനിച്ചു, പക്ഷെ എനിക്ക് ഈ സ്ത്രീ എന്ന ഒരു ഇതിനോട് താല്പര്യമില്ലാതെ എനിക്ക് പുരുഷനിലേക്ക് കടക്കണം. അപ്പൊ ഞാൻ ഒരു പുരുഷനാണ്, എനിക്ക് ഈ പുരുഷൻ എന്നൊരു വർഗത്തോട് തന്നെ ജീവിക്കാൻ താല്പര്യമില്ല, എനിക്ക് സ്ത്രീയായിട്ട് ജീവിക്കണം. അപ്പൊ അങ്ങനെയുള്ള വിഭാഗത്തിനെയാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത്? ന്യൂനപക്ഷ സമുദായക്കാരാണെന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതായത് ഇപ്പൊ മൊത്തം ജനസംഖ്യ ഇപ്പൊ ഒരു 100 ആണെന്ന് വെക്കുക. മൊത്തം ജനസംഖ്യയില് എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദം. ഇപ്പൊ 100ൽ ഇപ്പൊ 50 വിഭാഗം ക്രിസ്ത്യൻ ആണ്, അപ്പൊ അതില് 30 ബാക്കിയുള്ള 30 മുസ്ലിം ആണ്, ബാക്കി ഇപ്പൊ ഒരു 50 30 എത്രയായി
80 ഇല്ലേ? 80. ഇപ്പൊ അതിലൊരു 15 വിഭാഗം ഹിന്ദുക്കളായി. ഇനി ഇതിൽ വെറും 1-2% മാത്രമേ ഉള്ളൂ വേറൊരു വിഭാഗങ്ങളുണ്ട്. അവരെയാണ് എന്തു പറയുക? ന്യൂനപക്ഷം എന്ന് പറയാം. മൊത്തം ജനസംഖ്യയിൽ എണ്ണത്തിൽ കുറവുള്ള വിഭാഗങ്ങൾ എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന പദമാണ് ഏത്? ന്യൂനപക്ഷം. ഓക്കെ, അപ്പോൾ ഈ ലെസൺ അവിടെ കംപ്ലീറ്റ് ആയി കേട്ടോ. അങ്ങനെ ഇതിൽ പറയാൻ ഞാൻ വിട്ടുപോയതെന്നല്ല, അത് ഞാൻ സ്ലൈഡ് ആഡ് ചെയ്യാൻ വിട്ടതാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഈ അന്യതിൽ നിന്ന് ഇത്രയും ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 5ാം ക്ലാസ്സിലെ ഫുൾ SCERT വിട്ട് നമ്മളൊരു ചാപ്റ്റർ ചെയ്തിട്ടുണ്ട് അല്ലേ? അതിലെവിടെ കിടക്കുന്നുണ്ട്, അത് കണ്ടവർക്കൊക്കെ മനസ്സിലാകും. അപ്പൊ നമ്മൾ കേരള ഹിസ്റ്ററി എന്ന സബ്ജക്ട് വൈസ് ആയിട്ടുള്ള നമ്മുടെ SCERT-യിലുള്ള 4 ലെസണും ഒക്കെ അരിച്ചു പെറുക്കി നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നാളെ നമുക്ക് ഇന്ത്യൻ ജോഗ്രഫി അല്ലെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നാളെ എന്താണോ എനിക്ക് തോന്നുന്നത് ആ ലെവൽ ഞാൻ ചെയ്യും കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. പിന്നെന്താ പറയാനുള്ളത്? താഴെ കമന്റ് ചെയ്തിട്ട് കൂടി പോണേ കൂട്ടുകാർ കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.